പോയി പിന്നെ ഇംപ്രസ് ചെയ്യണം എന്തൊക്കെ ചെയ്യണം? താടി വേണം, മീശ വേണം, ഇങ്ങനെ കളിക്കണം. പിടിച്ച് കളിക്കണം എന്ത് കളിക്കാനെന്ത് ഇത് ഫുട്ബോളാ? പിന്നെ ഇപ്പോഴത്തെ കാലത്ത് കുറെ ആണുങ്ങളുണ്ട് താടി മീശയൊക്കെ പഠിച്ച് പെണ്ണുങ്ങളെ പോലെ നടക്കുന്ന കുണ്ടന്മാരെ പോലെ നടക്കുന്നത്. താടി മീശ ഇല്ലാത്ത ആൾക്കാർ കുണ്ടനാ. അപ്പൊ പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ കുണ്ടനാണ്, ജോർദാൻ കുണ്ടനാവോ, ചീക്കോ കുണ്ടനാവോ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടർ ഷാറൂഖ് ഖാൻ കുണ്ടനാവോ? തലയിലോട്ടും വിവരമില്ല എന്ന് പറഞ്ഞ് എന്ത് വേണമെങ്കിലും വിളിച്ച് പറയല. കുഞ്ഞു മോളെ നിനക്ക് താടി ഇല്ലാലോ, നീ എന്താ കുണ്ടനാണ്? അല്ല നീയല്ലേ പറഞ്ഞത് താടി മീശ ഇല്ലാത്ത ആൾക്കാർ കുണ്ടനാന്ന്. അപ്പൊ പിന്നെ നീ കുണ്ടനാന്നാ? കുണ്ടിയില്ല അളവാണെന്ന്. നിനക്ക് ശരിക്കും ആണിനെയാ വേണ്ടത് പെണ്ണിനെയാ വേണ്ടത്? അതാദ്യം ഉറപ്പിക്കില്ല. നിനക്ക് രണ്ടും കൂടി മിക്സ് ആയിട്ടില്ല എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ടില്ല സാധനം തരട്ടാ. ഇപ്പൊ ഞാനടങ്ങി പോയിട്ട് എന്നോട് ഒരാൾ ചോദിക്കുന്നത് നിനക്ക് എങ്ങനത്തെ പെണ്ണിനെ വേണം, ഞാൻ പറയുന്നത് വലിയ. പക്ഷെ പെണ്ണുങ്ങൾക്ക് എന്ത് അപരാധമാണെങ്കിലും വിളിച്ചു പറയാം. പെണ്ണുങ്ങളെ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞു വെച്ചാൽ കുറെ ഫെമിനിസ്റ്റുകൾ വരും, ഫെമിനിസ്റ്റന്മാര് വരും, കോടതിയിൽ കേസ് വരെയാവും. ആണുങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വരുമോ? ചില ആമ്പിളാരുണ്ട് നല്ല കലിപ്പ് ലുക്കൊക്കെ ഇട്ട് നടന്നിട്ട് നടക്കുമ്പോ പെമ്പിളാരെ പോലെ ബാക്കൊക്കെ ഇട്ട് ആട്ടി ആട്ടി നടക്കുന്നത്, അതിനോടൊന്നും താല്പര്യമില്ല. നിനക്ക് എന്താന്ന് അച്ഛനും ആങ്ങളമാരൊന്നും ഇല്ലേ? ഇനി ഞാൻ എങ്ങനെ പുറത്തിറങ്ങി നടക്കും ഗൈസ്? വലിയ കുണ്ടി വേണം, പക്ഷെ ആ കുണ്ടി ആടാൻ പാടില്ല. എന്നാ നീ ഒരു ഡമ്മി വാങ്ങി ഫിറ്റാക്കി വെക്കുക, അതായിരിക്കും നല്ലത്. കുണ്ടി വേണം പക്ഷെ കുണ്ടി ആടാൻ പാടില്ല. ഇതൊന്നും ഞങ്ങളെ കൺട്രോളിലല്ല. വെയിറ്റ് മിനിറ്റ്. അപ്പൊ പിന്നെ കുണ്ടിയിലാണുങ്ങളെ എന്താ കുണ്ടനല്ലേ? താടി ഇല്ലാത്ത ആണുങ്ങളെ കുണ്ടൻ എന്ന് പറയുന്നു, പക്ഷെ കുണ്ടിയിലാണുങ്ങളെ കുണ്ടൻ എന്ന് പറയുന്നില്ല. ഞാൻ ഒന്നും കൂടി ചോദിക്കട്ടെ, നിനക്ക് ശരിക്കും ആണിനെ തന്നെയാണ് വേണ്ടത്? ഇനി ഞാൻ എന്റെ ചക്കക്കുണ്ടിയും കൊണ്ട് എങ്ങനെ പുറത്തിറങ്ങി നടക്കും ഗൈസ്? നിങ്ങൾ പെണ്ണുങ്ങൾ പറയുന്നില്ലേ കുറെ ഞരപ്പന്മാരെ കാര്യം, എന്നാ പിന്നെ ഞങ്ങൾക്കും ഇനി പറയാനുണ്ട്.